കണ്ണൂർ കണ്ണപുരത്ത് ബി.ജെ.പി. നേതാവിന്റെ വീടിനു നേരെ ബോംബേർ. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. സംഭവത്തിന് പിന്നിൽ CPM എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇന്നലെ രാത്രി 2:30 ഒരു സ്ഫോടനമുണ്ടായി. അപ്പോൾ വീട്ടിൽ ഞാനും വയസ്സായ അച്ഛനും അമ്മയേ ഉള്ളൂ. ഞാൻ BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്ഫോടനം ഒച്ച കേട്ട അവിടെ അമ്മ പറഞ്ഞു പുറത്തിറങ്ങല്ല, എന്തോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ജനറൽ ഗ്ലാസ്സെല്ലാം പൊട്ടിയിട്ടുണ്ട്, മെയിൻസ് ലാബിനെല്ലാം ക്രാക്ക് വീണിട്ടുണ്ട്, ഷോവാളിനെല്ലാം ചെറിയ ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം മനസ്സിലായത് ബോംബെറിഞ്ഞതാണ്. അങ്ങനെ എറിയാൻ മാത്രമുള്ളൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ സമാധാന അന്തരീക്ഷമാണ്. പിന്നെ എന്തിനാ ഇത് ചെയ്തതെന്നറിയില്ല. അത് CPM തന്നെ. CPM കൊഴിഞ്ഞു പോക്ക് തടയാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ പ്രവർത്തിക്കുന്നവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത പണിയായത്. ഇതിപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡ് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയത്തിൻ്റെ പിന്നിലാണ് ഇവരിങ്ങനെ ചെയ്തതെന്നാണ് തോന്നുന്നത്. പിന്നെ കീഴറ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു, അതിലെല്ലാം ഇവർക്ക് പങ്കുണ്ട്. അതിൽ നിന്ന് ഇവരെ പാർട്ടി ഗ്രാമത്തിൽ ഒരാൾ വന്ന് താമസിക്കുമ്പോൾ പാർട്ടി അറിയാണ്ട് നടക്കുമല്ലോ, അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തത് എടുത്ത് പാർട്ടി പ്രാദേശിക നേതാക്കളാണ്. അതിൻ്റെ പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കിയ ബോംബ് തന്നെ ഇവരിവിടെ കൊണ്ടെറിയുന്നു. അതൊന്നും ഒരു സംശയം വേണ്ട. രാത്രി തന്നെ വിളിക്കുകയായിരുന്നു. അതായത് വീട്ടിൽ നേരെ ബോംബ് എറിഞ്ഞ പോലെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ഞാനിത് പുറത്തേക്ക് ഇറങ്ങുന്നത് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റും ഞങ്ങൾ കുറച്ച് 4-5 ആൾക്കാർ ഓടിയെത്തുകയുണ്ടായത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥ കാണുന്നത്. നിലവിൽ ഇവിടെ ക്രിമിനൽ സംഘങ്ങൾ CPM കാണുന്നല്ലോ. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, ഇന്നലെ പുലർച്ചെ 2:30 ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ അങ്ങനെ ഒരു അറ്റാക്കിനുള്ള സാഹചര്യമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനപരമായ സാഹചര്യമായിരുന്നു എന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് CPM എന്ന ആരോപണം? നേരത്തെ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കൂടി കാലങ്ങൾക്ക് മുൻപേ CPM BJP സംഘർഷം നിലനിന്നിരുന്നൊരു മേഖല കൂടിയാണ് കണ്ണപുരം. ഇന്ന് പുലർച്ചെ 2:30 ഈ സംഭവം നടക്കുന്നത്. അതായത് കല്യാശ്ശേരി മണ്ഡലം BJPയുടെ ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിനാണ് ഈ ബോംബേർ ഉണ്ടായത്. അതായത് പ്രധാനപ്പെട്ട പാതയാണ്, കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിന് സമീപത്തുള്ള വീട്ടിലേക്കാണ് പുറത്തുനിന്നും ഈ ബോംബ് എറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസ് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ വീടിന് തൊട്ട് മുൻപിലൊരു കടയുണ്ട്, അവിടെ 3 CCTV ഉണ്ട്. പക്ഷെ ആ 3 CCTVകളും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കണ്ണപുരത്ത് റിജിത്ത് വധമുണ്ട്. CPM പ്രവർത്തകനായ റിജിത്തിനെ 2005 കൊലപ്പെടുത്തിയത്. അതിന്റെ വാർഷികം നാളെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ അതാണോ എന്നറിയില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. CPM എന്നൊരു ആരോപണം BJP ഉയർത്തുന്നുണ്ടെങ്കിൽ കൂടി വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റീൽ ബോംബാണ് എറിഞ്ഞത് എന്ന സംശയം ഇപ്പോഴുണ്ട്. പക്ഷേ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമേ എന്ത് തരത്തിലുള്ള ബോംബാണ് ഉപയോഗിച്ചെന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ഉണ്ടാവൂ. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണപുരത്താണ് ഈ സംഭവം ഉണ്ടായത്. പുലർച്ചെ 2:30 BJP പ്രവർത്തകരുടെ വീടിന് നേരെ ബോംബേർ ഉണ്ടായത്. CPM ആണിത് പിന്നിൽ എന്ന് പറയുന്നു. കൊഴിഞ്ഞുപോക്ക് പരിഹരിക്കാൻ വേണ്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ആക്രമണം CPM നടത്തിയത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അവിടെ പക്ഷേ ഈ തരത്തിലുള്ള വളരെ സംഘർഷാത്മകമായ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി പറഞ്ഞു വെക്കപ്പെടുന്നു.